താടിയുള്ള വാപ്പാനെ പേടിയുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ അമേരിക്കക്ക് ഇറാൻ്റെ താടിയിൽ നല്ല പേടിയുണ്ട്. ഇറാൻ്റെ യുറേനിയം കംപ്ലീറ്റ് വിട്ടുകൊടുത്ത് ഇറാൻ ഈ പറഞ്ഞതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉളുപ്പുമില്ലാണ്ട്, അതായത് പറഞ്ഞ വാക്കിന് രോമത്തിൻ്റെ വില പോലും കൊടുക്കാത്ത നീചന്മാരായിട്ടുള്ള അമേരിക്കൻ ഭരണകൂടവും ഇസ്രായേലിയൻ പ്രധാനമന്ത്രി നെതന്യാഹു അടക്കമുള്ള ഇസ്രായേലും ഭരണകൂടവും ഈ ഇറാൻ ഈ പറഞ്ഞ വ്യവസ്ഥകളോട് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയിൽ തന്നെ ഇറാനെ അടിച്ച് ആ രാജ്യം ഇല്ലാണ്ടാക്കി അവരതും കൂടെ പിടിച്ചെടുക്കും. ഇറാൻ അമേരിക്ക ചർച്ചയുടെ പൂർണ്ണ രൂപം പുറത്തോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ അതിൻ്റെ അപ്ഡേറ്റ് പറഞ്ഞിരുന്നില്ല, 3 മണിക്കൂറിന് ശേഷം ചർച്ച തൽക്കാലം സ്റ്റോപ്പ് ചെയ്തു, അവരൊക്കെ പിരിഞ്ഞു പോയി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ചർച്ച നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചർച്ച എവിടെ എത്തിയിട്ടില്ല. കുറച്ച് ഡീലുകളും കാര്യങ്ങളും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അല്ലെങ്കിൽ പറഞ്ഞു. ഇനി അതിൻ്റെ സാങ്കേതികപരമായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ അടുത്ത ആഴ്ചയിലോട്ട് വീണ്ടും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ജനീവയെന്നല്ല അടുത്ത ചർച്ച വരുന്നത്. ഇനി അടുത്തത് വിയന്നയിൽ നടക്കുന്ന ഒരു ചർച്ച ഡേറ്റ് കൺഫേം ആയിട്ടില്ല. നെക്സ്റ്റ് വീക്കിലോട്ടാണ് ഈ ചർച്ച നീട്ടി വെച്ചിട്ടുള്ളത്. എന്നാലും ഇതിൻ്റെ കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ അതിൽ വന്നിട്ടുള്ള ചില പ്രധാന പോയിന്റുകൾ മാത്രം നമ്മളിപ്പോൾ പറയുന്നുണ്ട്. The discussions that took place today were very serious, and we sincerely hope that tonight the important issues and topics that will be brought up in both areas will lead to the ചർച്ചകളിൽ ഗണ്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായെന്നാണ് പുള്ളി സംസാരിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട വിവരങ്ങളായിട്ട് പറയുന്നത് അടുത്ത ഘട്ടം അടുത്ത ആഴ്ച വിയന്നയിൽ വെച്ചിട്ട് സാങ്കേതിക തലത്തിലുള്ള ചർച്ച പുനരാരംഭിക്കും. അതിലെ മധ്യസ്ഥത ഒമാനാണ് ഈ ചർച്ചയുടെ പ്രധാന മധ്യസ്ഥരായിട്ട് നിൽക്കാൻ പോകുന്നത്. ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ മേഖലയിലെ സൈനിക സംഘർഷം ഒഴിവാക്കുന്നതിനും ആണവ കരാർ ഒരു ധാരണയിലെത്തുന്നതിനുമാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നത് എന്നും, അതുപോലെ തന്നെ അമേരിക്കൻ്റെ നിലപാട് മാർച്ചിലെ അനിശ്ചിത സമയപരിധിക്കുള്ളിൽ ഈ തീരുമാനം എടുക്കണമെന്ന കർശന നിലപാടാണ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇനി ഇറാൻ്റെ നിലപാടിനെ പറ്റി പറയുകയാണെങ്കിൽ ഉപരോധങ്ങൾ നീക്കം ചെയ്യണമെന്നും സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കായി ആണവോർജ്ജം ഉപയോഗിക്കാനുള്ള അവകാശം വേണമെന്നുമാണ് ഇറാൻ്റെ ആവശ്യം. വ്യക്തമാണ്. അതായത് അമേരിക്ക അവർ പറഞ്ഞതിന് ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല. അമേരിക്ക പറഞ്ഞത് പറ്റില്ല, കംപ്ലീറ്റ്ലി സീറോ എൻറിച്ച്മെൻറ്റ്, അതായത് ഇതുവരെ ചെയ്തത് കംപ്ലീറ്റ് ഇറാനിന് മാറ്റവും വേണം, സീറോ എൻറിച്ച്മെൻറ്റിലോട്ട് പോകുകയും വേണം എന്നാണ് അമേരിക്കയുടെ കടുപിടുത്തം. പക്ഷേ ഇറാൻ ഒരിക്കലും അതിന് വഴങ്ങിക്കൊടുക്കാൻ പോകുന്നില്ല. ഇറാൻ പറഞ്ഞത് ഞങ്ങളുടെ മേലുള്ള ഉപരോധങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ മാത്രം, കഴിഞ്ഞ 40 വർഷത്തോളമായിട്ടുള്ള അമേരിക്കൻ ഉപരോധങ്ങളും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഞങ്ങളുടെ മേൽ നിങ്ങൾ കാരണം ഉണ്ടാക്കിയിട്ടുള്ള ഉപരോധങ്ങളും അമേരിക്ക പറഞ്ഞ പോലെ 0% മാറ്റിക്കളഞ്ഞാൽ ഞങ്ങൾ യുറേനിയം എൻറിച്ച്മെൻറ്റിൻ്റെ അളവ് കുറച്ചിട്ട് ഞങ്ങളുടെ എന്താ പറയുക ആണവോർജ്ജം അല്ലെങ്കിൽ ആണവായുധം ഉണ്ടാക്കുക എന്നുള്ളതല്ല, പക്ഷെ ഞങ്ങളുടെ എനർജിക്ക് വേണ്ടിയിട്ടുള്ള, ഞങ്ങൾ ഇറാൻ്റെ മറ്റ് എനർജിക്ക് വേണ്ടിയിട്ടുള്ള സമ്പുഷ്ടീകരണത്തിലോട്ട് മാത്രം ഞങ്ങൾ ചുരുക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെ മിസൈൽ ഉണ്ടാക്കാൻ പാടില്ല എന്ന് അമേരിക്ക പറഞ്ഞതിനോട് ഇറാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. റെജീം ചേഞ്ചിനെ പറ്റിയുള്ള കാര്യങ്ങളെ പറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇറാൻ്റെ പ്രോക്സികളെ സപ്പോർട്ട് ചെയ്യരുത് എന്നും പറഞ്ഞിട്ട് അമേരിക്ക മുന്നോട്ട് വെച്ച കാര്യങ്ങളെ പറ്റിയൊന്നും ചർച്ച ഇറാൻ ചെയ്തിട്ടുമില്ല, അതിലോട്ട് പോയിട്ടുമില്ല. പക്ഷേ അമേരിക്ക ഇപ്പോഴും കടുംപിടുത്തം, ഞങ്ങൾ പിടിച്ച മുമ്പിന് 3 കൊമ്പ്, അപ്പം ഇറാൻ പിടിച്ചു പറഞ്ഞത് കണക്കിൽ ഞങ്ങൾ പിടിച്ച മുയലിന് 4 കൊമ്പുമാണ്. അത് തന്നെയാണ് വീണ്ടും ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അമേരിക്കക്ക് നേരിട്ടടിക്കാൻ പേടിയുണ്ട്. ഇറാൻ്റെ കയ്യിൽ ആണവോർജ്ജം അല്ലെങ്കിൽ ആണവ ആയുധങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ മിസൈൽസൊക്കെ ഇറാൻ്റെ കയ്യിലുണ്ട്. അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തീരും, അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് മുക്കാൻ പറ്റില്ല എന്ന് വ്യക്തമായിട്ടറിയാം. ഇപ്പോൾ നമ്മൾ പലരും പറയുന്നത്, അതായത് അമേരിക്ക അവിടെ ഇത്രയും സൈനിക സന്നാഹങ്ങൾ കൊണ്ടുവച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, സൈനിക സന്നാഹങ്ങൾ ഇപ്പം എന്താണ് അവിടെ എത്തിച്ചത്? ഇത് കംപ്ലീറ്റ്ലി കണ്ടിന്യൂസ്ലി ഒരാഴ്ചക്കപ്പുറത്തോട്ട് യുദ്ധത്തിലോട്ട് പോകാനുള്ള സൈനിക സന്നാഹങ്ങൾ അവിടെ ഇല്ല എന്നാണ് പല വിദഗ്ധരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. അത് അമേരിക്കയ്ക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്ന് വീണ്ടും അങ്ങോട്ട് സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അത്രയും അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥയെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ യുദ്ധം മുന്നോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ. അത് പേടിയുള്ളതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇപ്പോഴും ഒരേ സ്റ്റാൻഡിൽ നിൽക്കുന്നതും അമേരിക്ക അതേ സ്റ്റാൻഡ് നിൽക്കുന്നുവെന്നും പറഞ്ഞിട്ട് വീണ്ടും ചർച്ചയിലോട്ട് ഈ കാര്യങ്ങൾ എത്തിക്കാനുള്ള കാരണം ഇറാനെ പേടിയുള്ളതുകൊണ്ട് തന്നെയാണ്. താടിയുള്ള വാപ്പാനെ പേടിയുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ അമേരിക്കക്ക് ഇറാൻ്റെ താടിയിൽ നല്ല പേടിയുണ്ട്. ആ താടിയുടെ ഉള്ളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അമേരിക്കക്ക് ഈ ചരിത്രത്തിൽ തന്നെ ഏൽക്കാൻ പോകുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും എന്നുള്ള വ്യക്തത ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത് വീണ്ടും ചർച്ച എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ അമേരിക്കയുടെയും ഇറാൻ്റെയും നിലപാടുകളായിട്ട് മുന്നോട്ട് വരുന്നത്. വിയന്നയിൽ നടക്കാനിരിക്കുന്ന സാങ്കേതിക ചർച്ചകളിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ അളവ്, അതിൻ്റെ പരിശോധന രീതികൾ എന്നിവയെക്കുറിച്ചായിരിക്കും കൂടുതലായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അതായത് ഇറാൻ പറഞ്ഞ പോലെ തന്നെ, അതായത് യുറേനിയം അവരെന്തായാലും സമ്പുഷ്ടീകരണം ഇറാൻ ചെയ്യും.
അത് ഏത് തോതിൽ ഏത് അളവിൽ എന്നുള്ളത് അവരുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും. അത് വേണമെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷൻ അവർക്ക് പരിശോധിക്കാം എന്നുള്ള രീതിയിലോട്ടുള്ള ഒരു മധ്യസ്ഥതയിലോട്ട് എത്താനാണ് ചാൻസ് ഇനി വിയന്നയിലോട്ട് വരുന്ന ചർച്ച. അതല്ലാണ്ട് ഇറാൻ കംപ്ലീറ്റ്ലി ഇത് വിട്ടുകൊടുക്കില്ല. ഇറാൻ കംപ്ലീറ്റ്ലി വിട്ടുകൊടുത്താൽ നിങ്ങൾ കണ്ടോ അടുത്ത മാസം തന്നെ അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാൻ ആക്രമിക്കും. I might imagine myself as one of them, a politician, and I too would lie. But the leadership of a society, especially its religious leader, simply cannot lie. When he explicitly declares that we will not possess nuclear weapons, it means precisely that we will not. And if I were to consider going down that path, I could not, from a deeply held religious standpoint, ever possess them. I don't even have the right to entertain such a thought in my mind. I am forbidden from doing this. ഇറാൻ്റെ യുറേനിയം കംപ്ലീറ്റ് വിട്ടുകൊടുത്ത് ഇറാൻ ഈ പറഞ്ഞതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉളുപ്പുമില്ലാണ്ട്, അതായത് പറഞ്ഞ വാക്കിന് രോമത്തിൻ്റെ വില പോലും കൊടുക്കാത്ത നീചന്മാരായിട്ടുള്ള അമേരിക്കൻ ഭരണകൂടവും ഇസ്രായേലിയൻ പ്രധാനമന്ത്രി നെതന്യാഹു അടക്കമുള്ള ഇസ്രായേലും ഭരണകൂടവും ഈ ഇറാൻ ഈ പറഞ്ഞ വ്യവസ്ഥകളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയിൽ തന്നെ ഇറാനെ അടിച്ച് ആ രാജ്യം ഇല്ലാണ്ടാക്കി അവരതും കൂടെ പിടിച്ചെടുക്കും. എന്താണോ ഇറാഖിലും യമനിലും സിറിയയിലും മറ്റ് പല സ്ഥലങ്ങളിലും ഇവരെന്താണോ കാണിച്ചിട്ടുള്ളത് അത് തന്നെ അവിടെ നടക്കും. പലസ്തീനിലും കാണിച്ചതിനേക്കാൾ വലിയ ഒരവസ്ഥയിലോട്ട് ഇറാൻ എത്തും. അതുകൊണ്ട് ഇറാൻ മുട്ടുമടക്കാനും പോകുന്നില്ല. മുട്ടുമടക്കാത്ത താടിയുള്ള വാപ്പാനെ അമേരിക്കക്ക് പേടിയുള്ളതുകൊണ്ട് അമേരിക്ക ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ചർച്ച എന്നും പറഞ്ഞ് മുന്നോട്ട് പോകും. ഏതാണെങ്കിലും യുദ്ധം ഒന്നിനൊരു പരിഹാരമല്ല. അങ്ങോട്ടൊന്നും കാര്യങ്ങൾ എത്താണ്ടിരിക്കട്ടെ. ഒന്ന് വീഡിയോ അല്ലെങ്കിൽ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ രാത്രി 1 മണിക്ക് ഇങ്ങനെ വീഡിയോ വന്ന് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗങ്ങൾ നിങ്ങൾ നോക്കുക. ശരി. And then he says they haven't declared that we, so to speak, don't want to have nuclear weapons. Are we terrorists? Do we go around killing people? Just yesterday, or perhaps the day before, the President of the United States declared that Iran, for instance, had massacred 32,000 people. Did we truly commit such a massacre? We have already made our announcements, and for those we declared, we even provided their national identification codes. Anyone who claims the number is higher than this should come forward and announce it. They didn't come here to just protest. They set more than 350 mosques on fire. They attacked over 300 schools. I mean, does someone who's protesting destroy a school? Does someone who's protesting set a mosque on fire? There has to be some kind of logic to this from that very place, whether it's this head of the Zionists or their allies or the Europeans. They're all propagating, saying, tomorrow we're coming, you go ahead and strike, we've already arrived. They were